$6.99 ഉള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റി. അവർക്കും ജാനകീസ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാംഗ്ലൂർ ലുലു മാളാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ സ്റ്റാർബക്സ് ആണ്. സ്റ്റാർബക്സിൽ കയറിയ വിശേഷങ്ങൾ. വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ രണ്ട് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് ജാനുവിന്റെ ഒരു കൺസെപ്റ്റാണ്. സ്റ്റാർബക്സിൽ കയറി രണ്ട് സാധനങ്ങൾ മേടിച്ചപ്പോൾ ജാനുവിന്റെ വിചാരം ഞങ്ങൾ ഭയങ്കര റിച്ച് ആണെന്നുള്ളത്. 15 മിനിറ്റ് കൂടുന്നതോറും ജാനുവിനെ നിങ്ങൾ കാണിക്കണ്ട. എല്ലാ 15 മിനിറ്റ്സിലും ജാനുവിന്റെ വകയായിട്ടുള്ള തള്ളു നിങ്ങൾക്ക് കേൾക്കാം. ശരി, സ്റ്റാർബക്സിന്റെ വാതിലെത്തി ജാനു പറയും സ്റ്റാർബക്സ് കയറി ഫുള്ള് കഴിച്ചത്. അതാണ് ഞങ്ങളുടെ ജാനു. എന്തായാലും ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളെല്ലാവരും വന്നിവിടെ എവിടെയെങ്കിലും ട്രൈ ചെയ്യണം. ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം എത്തിക്കഴിഞ്ഞു. ഇതാണ് സാധനം. എന്ത് ചെയ്തു മോളെ? നാണിച്ചേച്ചി പേര് എന്താണ് നാണി? ഇത് നാണിന്റെ പേര് പറ നാണി. ക്രഞ്ചി റെഡ് ഹോട്ട് മോച്ച ആണ്. ഇത് ഒരു സ്നാക്ക് ആണ്. ഞങ്ങൾക്ക് 3 പേര് കഴിക്കാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട്? കോഫിയുടെ ടേസ്റ്റ് ഉണ്ട്. അതിങ്ങനെ കുടിച്ചു കോഫിയുടെ ടേസ്റ്റ് ഇതെടുത്ത്. നമ്മള് ഓർഡർ ചെയ്ത സാധനം വന്നിരിക്കുകയാണ്. ഇത്രയും സാധനത്തിനാണ് 756 റുപ്പീസ് ആണ് ആയത്. ഇതെന്ത് പിടിയത്? ഒരു കോൾഡ് കോഫിയാണേ. ഇതിനൊരു കോഫി ടേസ്റ്റാണ്. പ്ലസ് ക്രീമി ടെക്സ്ചറാണ് മുകളിൽ കാണുന്നത്. കൊള്ളാം, നല്ല ടേസ്റ്റാണ്. രണ്ടുപേരും കൂടെ അതിൻ്റെ മൽപ്പിടുത്തത്തിലാണ്. ഇതിനകത്ത് ഇങ്ങനെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, അർപ്പിക്കാം. ഇതൊരു ചെറിയ സ്നാക്കാണ്. ഇതാ ഇവിടെ 3 ഡിഫറെന്റ് ചട്നി പോലത്തെ സംഭവമാണ്. ഇപ്പൊ ജാനു ടേസ്റ്റ് ചെയ്യുന്നു. അതിനുണ്ട് നല്ലൊരു ചട്നിയാണ് അല്ലേ? അതാ രണ്ടാമത്തെ അതൊരു ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടുള്ളൊരു ചട്നിയാണ്. അത് നല്ലതാണ്. മയോണൈസ് ആണ്. എനിക്ക് എന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിന്റെ സ്നാക്സ്. സ്റ്റാർബക്സിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ് ഇത്. അവരുടെ ന്യൂ അറൈവൽസ് ആണ് ഇവരിങ്ങനെ വെച്ചിരിക്കുന്നത്. പിന്നെ അതേപോലെ ഇതാണ് അതിനകത്തുള്ളൊരു വൈബ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് സ്നാക്ക് ഐറ്റംസ് അവർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ പുറത്ത് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല കോസ്റ്റാണ് ഓരോ കാര്യത്തിനും. ഇപ്പം കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, പക്ഷെ കൈ ഉള്ളത് റേറ്റാണ്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. ഇവിടെ അത്യാവശ്യം ഏറ്റവും വില കൂടിയ സാധനം ഇത് മൊത്തം ഗ്രീൻ ആയിരിക്കും. എന്നിട്ട് അതിന്റെ എമ്പളം ഇവിടെ ഇതേപോലെ എന്നിട്ട് മൊത്തം ഗ്രീൻ ആയിരിക്കും. ഒരു ക്യാപ്പ് കൊടുത്തിരുന്നു. അതാണ് ഏറ്റവും വില കൂടിയത്. സ്റ്റാർബക്സിന്റെ ഏറ്റവും ചീപ്പസ്റ്റ് സാധനം എന്താണെന്ന് ചോദിച്ചാൽ small cup of hot water. A small cup of hot water. Language color bar. Hey Janu, അത് സ്റ്റാർബക്സിന്റെ എന്റെ സ്റ്റാർബക്സ് ഒരിക്കലും തീരത്തില്ല. കൊടുക്കാണേ. ലൂയിസ് ഫിലിപ്പ് ബ്ലാക്ക്ബെറി അത് കണ്ടോ? R&D അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാലേ R&B പ്രൈസ് കുറവാണ്. ലുലുമാളിൽ R&Bയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളുമാണ്. ക്വാളിറ്റി സാധനങ്ങളവിടെ.
ആരോ, ഇതാണ് ആരോ എന്ന് പറയുന്ന ബ്രാൻഡ്, മെൻസ് ആണ്. ബാഗ് കളക്ഷൻ, US പോളോ ഏഷ്യൻ, കൊളംബിയ എന്ന് വേണ്ട എല്ലാവരും ഉണ്ട് ഇവിടെ. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലമാണ്. ദിസ് ഈസ് വാട്ട് വി കോൾഡ്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലം. ഇതെന്ത് ജാനു? സ്റ്റുഡിയോ. വാ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്റ്റുഡിയോ ഗൈസ്. അപ്പോൾ സ്റ്റുഡിയോയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ജാനുവിൻ്റെ ആയിരുന്ന കപ്പ് അവർ അലോ ചെയ്യുന്നില്ല, അതുകൊണ്ട് ജാനുവും നണിയും കൂടെ കപ്പ് കളയാൻ പോയേക്കാണ്. അല്ലല്ല, വെസ്റ്റ് സൈഡ്. $5 to 14 years. ഇവിടെ അത്യാവശ്യം റേറ്റ് കുറവാണ്. നല്ല നല്ല ഡ്രസ്സുകളുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയാണ്. $6.99 ഉള്ളൂ, പക്ഷെ നല്ല ക്വാളിറ്റി. നല്ല രസമുണ്ട് കേട്ടോ. ഒരു സെറ്റർ $7.99. കുഞ്ഞുങ്ങളുടെ അടിപൊളി കളക്ഷൻസ് ആണ്. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ടാണ് തോന്നുന്നത്, എല്ലാം തണുപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് ഇവിടെ കൂടുതലും. നല്ല അഫോർഡബിൾ പ്രൈസ്. ഇത് $3.99 ആണ്. സെറ്ററുകൾ $4.99. കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നല്ല ഫ്രോക്ക്, നല്ല അടിപൊളി കളർ ഫ്രോക്ക്. ഇതൊന്നും മെറ്റീരിയലാണ്. ഫ്രോക്കിന് $4.99 ഉണ്ട് കേട്ടോ. നല്ല മെറ്റീരിയലാണ് സാധനങ്ങൾ കേട്ടോ, അടിപൊളി മെറ്റീരിയൽ. പിന്നെ ചെരുപ്പിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. ഈ സെറ്റിന് $7.99. ഇത് ഗൈസ്, ഇതിന്റെ റേറ്റ് എത്ര അറിയോ? $5.99 ഉള്ളൂ കേട്ടോ. നല്ല ഇത് നോക്കിച്ചാലോ. $6.99. എൻ്റെ ഫേവറേറ്റ് നിക്കർ സെക്ഷൻ എത്തി. എൻ്റെ സൈസ് ഇല്ലേ? 14 years. T-shirts $5.99. Shirt, T-shirt. ഇതാണ് സുഡിയോ ഗൈസ്. അപ്പം ഞങ്ങൾ സുഡിയോ കഴിഞ്ഞു. ഞങ്ങളിനി വെസ്റ്റ് സൈഡിൽ കയറാനായിട്ട് പോവുകയാണ്. മോളിൽ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ സിനിമ. അപ്പോൾ ഇത് വെസ്റ്റ് സൈഡ്. ദിസ് ഇസ് വാട്ട് വി കോൾ വെസ്റ്റ് സൈഡ് ബോയ്സ്.
ടോക്കിയോ ജപ്പാൻ. അവള് ഡ്രസ്സ് എൻ്റെ മോഡല് ജാനു ഇവിടുന്ന് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. വെസ്റ്റ് സൈഡ് മോഡല് സെയിം. ജാനു ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അടിപൊളി കളക്ഷൻസ് ആണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ഭയങ്കര റേറ്റാണ്. ഭയങ്കര റേറ്റ്. 699, 399, 599, 899. അവൻ കൊണ്ടുപോയി കൊണ്ടുപോയി മതി. ഞങ്ങള് നേരത്തെ വന്നപ്പോ അമ്മയും അച്ഛനും ഞങ്ങൾക്കൊരു ചലഞ്ച് ചെയ്തു. 499 ഒരു ഡ്രസ്. ആ ശരി, ഓക്കെ ബൈ. ഇതെല്ലാം ക്രോക്കറീസ് ആണ്. കുറച്ച് ഇത് കുറേ ക്രോക്കറി ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ. കുഞ്ഞു കുട്ടികളുടെ കുറേ കളക്ഷൻസ് ഉണ്ട്. നല്ല മെറ്റീരിയൽ ആണല്ലേ. ഇതുണ്ടോ കുഞ്ഞു പാവാട, ലേഡീസിന്റെ വെസ്റ്റ് സൈഡ്. അവിടെ ഇത് ഷർട്ടാണോ? 1500 ഗേൾസ് ഷർട്ട്. ഗേൾസ് ഷർട്ടാണല്ലേ. ഈ സാധനം ഇടുമ്പോൾ മാത്രം ഭംഗി. ഇതാണ് വെസ്റ്റ് സൈഡ് ടോപ്സ്. വെസ്റ്റ് സൈഡിന്റെ ഡ്രസ്സ് 699 ആണ് പ്രൈസ് വരുന്നത്. ഭയങ്കര സോഫ്റ്റാണ്. ഗൈസ്, ഞങ്ങൾ വെസ്റ്റ് സൈഡ് കണ്ട് ഇറങ്ങിയപ്പോൾ കണ്ട മനോഹരമായ ഒരു വ്യൂ ആണിത്. ലുലു മോൾ അടിപൊളിയല്ലേ, നല്ല രസം. സ്മോൾ ട്രീറ്റ്. ജാനു ഇങ്ങനെ വലിയ വലിയ ചോക്ലേറ്റ്സിനൊക്കെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോണം, അവസാനം ജാനു വന്ന് നിൽക്കുന്ന ചോക്ലേറ്റ് ഏതാണ്? ഒരെണ്ണം എടുത്താൽ മതി. കറങ്ങി 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 ഞങ്ങൾ ചോക്ലേറ്റിൻ്റെ സ്ഥലത്തെത്തി. ഇനി ഇവരിവിടെ ഇങ്ങനെ കാര്യമായിട്ട് ചോക്ലേറ്റ് നോക്കുകയാണ്. അത് മതിയാ? അത് ജാനു അങ്ങനെ ചോക്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ്. ജാനു ചോക്ലേറ്റ് വേണ്ട. ഗുഡ് ഗേൾ. ആ കുഞ്ഞത്. ഓക്കെ, എഗ്രീഡ്. എടുത്താ? പക്ഷെ അങ്ങനെ പറയില്ല പ്ലീസ്. ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സിബിഷനാണ്. ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ചിട്ടുള്ള ഒരു എക്സിബിഷനായിരുന്നു. ഭയങ്കര രസമായിട്ടുള്ളൊരു സെറ്റപ്പായിരുന്നു. അവിടെ മുമ്പിൽ എൻട്രൻസിൽ തന്നെയാണ് ഇങ്ങനൊരു സെറ്റപ്പ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ സ്റ്റോളുകളുണ്ടായിരുന്നു. ക്രിസ്മസ് ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിരുന്നു ഫുൾ ഒരു റോ മൊത്തവും. പിന്നെ അത് കഴിഞ്ഞിട്ട് പല തരം ബെഡ്ഷീറ്റുകൾ, പില്ലോസ്, അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് അവിടെ വിൽപ്പനയ്ക്കായിട്ട് ഒരു സ്റ്റോളുകളുണ്ടായിരുന്നു. ഇതെല്ലാം കമ്പിളിയാണ്. പിന്നെ നട്ട്സ്, ബദാം,
അങ്ങനെ കുറേ ഐറ്റംസ്, ചെരുപ്പുകൾ, ടീഷർട്ട്, ഡ്രസ്സസ്, അങ്ങനെ കുറേ ഐറ്റംസ് അവിടെ ഇങ്ങനെ സെയിലിനായിട്ട് അവർ വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും സ്റ്റോളാണിത്. സിനിപോളിസ്, ലാസ്റ്റ് ഫ്ലോർ ഓഫ് ലുലു മോൾ. ഇതാണ് ഇവിടെ ഇങ്ങനെ കുറേ എന്തോ ഒരു എക്സിബിഷൻ പോലെയൊക്കെയാണ്. ഈ ഫ്ലോറിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ജുവലറീസും കാര്യങ്ങളും. മസാജിങ് ആയിട്ടാണ്. മസാജറാ, മാജിക് മസാജർ. വാട്ട് ഈസ് ദിസ്? ഐ കൂളറാ? നീ വെക്ക്. കൂളുണ്ടോ? കൂളിംഗ് എഫക്റ്റ് ഇട്ടോ? ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. ഏകദേശം ഒരു 7-7:30 മണിയായി കാണും. അപ്പോഴത്തേക്ക് തന്നെ അവിടെ ഫുള്ള് ലൈറ്റിനിങ് ഒക്കെ ഇട്ട് ഭയങ്കര ഒരു വൈബായിരുന്നു അതിൻ്റെ പുറത്ത് കാണാനായിട്ട്. ഞങ്ങളതെല്ലാം ഇങ്ങനെ കണ്ട് നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ ഇങ്ങനെ ഫ്യൂഷൻ മ്യൂസിക്കിൻ്റെ ഒരു പരിപാടി നടക്കുന്നത്. പിന്നെ കുറേ നേരം അതൊക്കെ കണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ചു പോയത്. पास पास मैं रहूंगा जिंदगी भर, सारे संसार का प्यार मैंने तुझी में पाया, तुमने दिल के लिए और जीने को क्या चाहिए, हाँ तुमने दिल के लिए और जीने को क्या चाहिए. ഇതോടുകൂടി ലുലു മോൾ എക്സ്പ്ലോറിംഗ് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് എന്നെ നേരിൽ കാണുമ്പം എന്നോട് വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. എല്ലാവരും ഒന്ന് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തെങ്കിൽ ഉപകാരമായേനെ. താങ്ക്സ് ഫോർ വാച്ചിങ്.